കാലടി ശ്രീശങ്കര പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതോടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് വലിയ തോതിൽ ശമനമായി. പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തകർന്ന ടാഡിംഗ് ഇളക്കി മാറ്റുന്ന ജോലികളാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനു മുൻപ് അനുഭവപ്പെട്ടിരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് രാവിലെ 6 മണിക്ക് ശേഷം വാഹനങ്ങൾ വീണ്ടും തുറന്നുകൊടുത്തപ്പോൾ ഗണ്യമായി കുറയുകയായിരുന്നു. പാലത്തിലെ വലിയ കുഴികൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കടുത്ത ഗതാഗതക്കുരുക്കാണ് യാത്രക്കാർ നേരിട്ടിരുന്നത്. പലപ്പോഴും വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീളുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനാണ് 3 ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മാത്രം പാലം പൂർണ്ണമായി അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചത്. ഇന്നത്തെ രാത്രിയോടെ പ്രവൃത്തികൾ പൂർത്തിയാകും. പാലത്തിലെ നിലവിലുള്ള ടാഡിംഗ് പൂർണ്ണമായി മാറ്റി പുതിയ ടാഡിംഗ് നടത്തുന്ന ജോലികളാണ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കി. കൂടാതെ പാലത്തിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് ദ്വാരങ്ങളും വൃത്തിയാക്കുന്നുണ്ട്. മുൻപ് ഇവ അടഞ്ഞുകിടന്നതുമൂലം വെള്ളം കെട്ടിക്കിടന്നാണ് പാലത്തിൽ കുഴികൾ രൂപപ്പെടാൻ കാരണമായത്. പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ കാലടിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സുഗമമായി മാറുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്നും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണിവരെ പാലത്തിൽ ഗതാഗത നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്.